എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇന്റർവ്യൂവർ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ഏതൊക്കെ സ്കില്ലുകളാണ് ചെക്ക് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ഇന്റർവ്യൂ കടന്നുകൂടാൻ എളുപ്പമാണോ? ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്, മാനുവൽ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതോരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ നമുക്ക് പറയാവുന്ന ആൻസേഴ്സും ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഫൈനൽ ഇതല്ല, പക്ഷേ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ ലെവലിലുള്ള അല്ലെ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാൻ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ. പുറത്തേക്ക് പോകുകയാണെങ്കിൽ അത് ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ ഈ ഒരു ലെവലിൽ ബേസിക് ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത് ഈ എൻട്രി ലെവൽ തൊട്ടിട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഒരു മീഡിയം ലെവൽ അല്ലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്രഷർ എന്ന നിലയിൽ പുതിയ ഒരു ടെസ്റ്റിംഗ് ജോബിലേക്ക് കടന്നുകൂടുന്നവർക്കും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആൻസേഴ്സും കൂടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ മാനുവൽ ടെസ്റ്റിംഗ് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനേഷൻസും എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസേഴ്സ് എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പരമായിട്ടുള്ള ധാരാളം വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആസ് എ ബിഗിനർ, ഒരു ബിഗിനർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ എന്ന നിലയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരു ഫ്രഷർ എന്ന നിലയിൽ നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റി എന്തറിയാമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടു എൻഷുർ ഇറ്റ് മീറ്റ്സ് സ്പെസിഫിക് റിക്വയർമെന്റ് ആൻഡ് ഇസ് ഫ്രീ ഓഫ് ഡിഫക്ട്സ്. അപ്പം നമ്മുടെ റിക്വയർമെന്റ്, നമ്മൾ എന്തൊക്കെയാണോ റിക്വയർമെന്റ് തന്നിട്ടുള്ളത് അത് മീറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിഫക്ട്സ് ഫ്രീ ആയിരിക്കണം, ബഗ് ഫ്രീ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എറേഴ്സ്, ഗ്യാപ്സ്, മിസ്സിംഗ് റിക്വയർമെന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ആക്ച്വൽ റിക്വയർമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതെല്ലാം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ആക്ച്വൽ ഉദ്ദേശം എന്ന്, അതിൻ്റെ ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് സാധാരണ നോർമലി ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് ഓഫ് കോഴ്സ് ചോദിക്കില്ല, അതൊരു എൻട്രി ലെവലാണ്. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ ഒരു മിഡ് ലെവലുള്ളവരോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വൈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്? കാരണം ഓൾറെഡി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും എൻട്രി ലെവലുള്ളവരാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അപ്പോൾ നമ്മൾ പറയേണ്ടത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ക്രൂഷ്യൽ. എന്തുകൊണ്ടാണ് അത് ക്രൂഷ്യൽ എന്ന് പറയുന്നത്? കാരണം it ensures software is reliable and performs as expected. So റിയൽ വേൾഡിൽ ആക്ച്വൽ യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്കത് റിലയബിൾ ആണെങ്കിൽ മാത്രമേ ഒരു നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവരെപ്പോഴും കംപ്ലയിൻസും, ഇപ്പം മൊബൈൽ ആപ്പൊക്കെ ആണെങ്കിൽ ബാഡ് റേറ്റിങ്ങും, എന്താണെങ്കിലും ബാഡ് റേറ്റിംഗ്, പിന്നെ അവർ യൂസ് ചെയ്യില്ല. അപ്പോൾ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിലയബിളും അതുപോലെ അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് എൻഷ്യൂർ ചെയ്യുന്നു. പിന്നെ ബഗ്സ് ഏർലി ഫൈൻഡ് ചെയ്യാനും, അങ്ങനെ നമ്മുടെ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഇപ്പം നമ്മൾ ബഗ്സ് ഫൈൻഡ് ചെയ്തില്ല, ഇത് ഓൾറെഡി റിലീസായി, ദെൻ എന്നിട്ടാണ് ആക്ച്വൽ യൂസേഴ്സാണ് ഇത് ബഗ്സ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡെവലപ്പേഴ്സിൻ്റെ ആ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കൂടും. സോ ഡിറ്റക്ട് ബഗ്സ് ഏർലി. അതുപോലെ തന്നെ യൂസർ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു ബൈ എൻഷ്യൂറിങ് ദ ക്വാളിറ്റി. സോ ക്വാളിറ്റി ഇംപ്രൂവ് ആണ്, അതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഇറ്റ് പ്രിവെൻറ്റ്സ് പൊട്ടൻഷ്യൽ ഫെയിലിയേഴ്സ് ഇൻ റിയൽ വേൾഡ് യൂസ്. ഇപ്പോൾ റിയൽ വേൾഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിയൽ വേൾഡ് യൂസിൽ പൊട്ടൻഷ്യൽ ഫെയിലിയേഴ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്കൊരു ടെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കൊണ്ടുള്ള ആക്ച്വലി ഒരു ടെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ ബിഗിനേഴ്സിനോട് കൂടുതൽ ചോദിക്കാം. കാരണം എന്താണ് ഒരു ബേസിക്സ് ഓഫ് ടെസ്റ്റിംഗ് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്തൊക്കെയാണ്? അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അപ്പോൾ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും ബ്രോഡായിട്ടുള്ള കാറ്റഗറി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മാനുവൽ ടെസ്റ്റിംഗ് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ്
ഇതാണ് അതിൻ്റെ ബ്രോഡ് കാറ്റഗറി. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പല പല ടെസ്റ്റിംഗ് ടൈപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്സിക്യൂട്ടിംഗ് കോഡ് വിത്തൗട്ട് എക്സിക്യൂട്ടിംഗ് ദ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ കളക്ഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ ഉള്ള റിവ്യൂസും അനാലിസിസ് ആണ്. ഫൈൻഡ് ഡിഫക്ട്സ് ഏർലി ഇൻ ദ ഡെവലപ്മെന്റ് സൈക്കിൾ. നമ്മുടെ ഡെവലപ്മെന്റ് സൈക്കിളിന്റെ ഏർലി തന്നെ നമ്മുടെ റിക്വയർമെന്റ് ഗ്യാതറിംഗ് പ്രോസസ്സിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഏർലി ഡിഫക്ട്സ് എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിവ്യൂസ് നടത്തും, ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്ത് റിക്വയർമെന്റ്സ് ആൻഡ് കോഡ്. അപ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് റിക്വയർമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വന്നിട്ടുണ്ടോ, ആ ഒരു പർട്ടിക്കുലർ സാധനങ്ങളൊക്കെ നോക്കുന്നതാണ്. പിന്നെ വാക്ക് ത്രൂ ആൻഡ് ഇൻസ്പെക്ഷൻ, നമ്മൾ പിയർ റിവ്യൂസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്യുമെന്റ്സ് ഒക്കെ റിവ്യൂസും ഇൻസ്പെക്ഷനും ഒക്കെ ചെയ്യും. പിന്നെ സ്റ്റാറ്റിക് കോഡ് ചില ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വൾണറബിലിറ്റീസോ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് വയലേഷൻസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കും. അതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമ്മൾ ഏർലി ഇൻ ദ ഷിഫ്റ്റ് ലെഫ്റ്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഏർലി ഇൻ ദ ഡെവലപ്മെന്റ്, നമ്മുടെ ഡെവലപ്മെന്റ് സൈക്കിൾ കോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ്. ആക്ച്വൽ കോഡ് മീൻസ് ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന നമ്മുടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഒരാൾ ഉദ്ദേശിക്കുന്ന ടെസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഈ ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ നോർമലി വരുന്നത് സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിഫക്ട്സ് ഫൈൻഡ് ചെയ്യുന്നതാണ്. റൺ ടൈമിൽ നമ്മൾ ഓൾറെഡി കോഡൊക്കെ ഡെവലപ്മെന്റ് കഴിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പം ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ മെയിനായിട്ട് രണ്ടെണ്ണമാണുള്ളത്, ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. അപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ആയ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, യുആർ ടെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിക് നോർമലി അത് പറഞ്ഞിട്ട് ദെൻ ഡൈനാമിക് ടെസ്റ്റിംഗ് ഇതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സ് ആണ് ചെയ്യുന്നത്, ഇൻ്റഗ്രേഷനും സിസ്റ്റം ആൻഡ് യുഐ ആണ് ആക്ച്വൽ ടെസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോർമാറ്റിലേക്ക് പറയാം. പിന്നെ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് പെർഫോമൻസ്, സെക്യൂരിറ്റി, യൂസബിലിറ്റി, കോമ്പാക്റ്റബിലിറ്റി, അങ്ങനെ കുറേ ടെസ്റ്റിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്സ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ടെസ്റ്റിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഡിവൈഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സോ ഇനിയും അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ഈ ലെവലിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലെവലിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്. ഇനിയും അടുത്ത ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ രണ്ടും കേട്ട SDLCയും SDLC ആണ്. അപ്പം നമ്മൾ SDLC എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ SDLC നമ്മൾ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലാതെ നോർമലി പഠിക്കുന്നതാണ്. അപ്പോൾ SDLC സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതിൽ റിക്വയർമെന്റ് അനാലിസിസ്, റിക്വയർമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ദെൻ അതിനനുസരിച്ച് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്യുക, ടെസ്റ്റ് പ്ലാനും ടെസ്റ്റ് സ്ട്രാറ്റജിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യുക, ടെസ്റ്റ് ഡേറ്റ പ്രിപ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുക, ദെൻ എൻവിറോൺമെന്റ് സെറ്റ് ആക്കുക. നമുക്ക് ഒരു എൻവിറോൺമെന്റ്, ഇപ്പോൾ ടെസ്റ്റ് എൻവിറോൺമെന്റ് ഉണ്ടാവണം, ദെൻ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് കേസസ്, ദെൻ ഫൈനലി ഡിഫക്ട്സ് ഒക്കെ ഫൈൻഡ് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പോർട്ട്സ് എല്ലാം റിലീസ്, സൈൻ ഓഫ് റിപ്പോർട്ട്സ് എല്ലാം റിലീസ് റിപ്പോർട്ട്സ് എല്ലാം കൊടുത്ത് ടെസ്റ്റ് ക്ലോഷർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് SDLC എന്ന് പറഞ്ഞു. SDLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വൽ ഡെവലപ്മെന്റിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൽ നോർമലി നമുക്ക് അറിയാവുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു പ്ലാനിംഗ് ഉണ്ട്, ദെൻ റിക്വയർമെന്റ് ഗ്യാതറിംഗ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിംഗ് വരും. ആ ടെസ്റ്റിങ്ങിലാണ് ഈ SDLC നമ്മൾ വരുന്നത്. ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ്, ദെൻ ഇംപ്ലിമെന്റേഷൻ, എന്നിട്ട് അത് ഡിപ്ലോയ് ചെയ്യുക, റിലീസ് ചെയ്യുക, ദെൻ മെയിൻ്റനൻസ്. അപ്പോൾ ഇതാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. വാട്ടർഫോൾ മോഡലുണ്ട്, അജൈൽ മോഡലുണ്ട്, സ്പൈറൽ ഉണ്ട്, വി മോഡലുണ്ട്. ഇപ്പോൾ നോർമലി എല്ലാവരും അജൈൽ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫേസിൽ വരുന്ന ലൈഫ് സൈക്കിളാണ്, ടെസ്റ്റിംഗിൽ മാത്രമായിട്ടുള്ളതാണ് ഈ SDLC എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിൾ. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് അറിയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചിലപ്പം ആ രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നേരെ പോകുന്നത് മിക്കവാറും ടെസ്റ്റ് കേസിലേക്കാവും. എന്താണ് ഒരു ടെസ്റ്റ് കേസ്? അപ്പോൾ നമുക്ക് ടെസ്റ്റ് കേസ് അറിയാവോ എന്ന് ചോദിക്കാം. അപ്പോൾ ടെസ്റ്റ് കേസ് ഇസ് എ സെറ്റ് ഓഫ് കണ്ടീഷൻ ഓർ സ്റ്റെപ്സ് യൂസ്ഡ് ടു വെരിഫൈ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ചെക്കാണ്, ഒരു കുറേ സ്റ്റെപ്സ് എഴുതിയിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ അല്ലെങ്കിൽ അവർ സാധാരണ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു എക്സാമ്പിളൂടെ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസേഴ്സിന് എപ്പോഴും ഒരു ബലമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടെസ്റ്റ് കേസിന് ഒരു ID ഉണ്ട്,
ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ലോഗിൻ ഫംഗ്ഷനാലിറ്റി ആണ്, ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, വെരിഫൈ ദ ലോഗിൻ ഫംഗ്ഷനാലിറ്റി വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്. നമുക്ക് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം, വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്യണം, ലോഗിൻ ബട്ടൺ. അപ്പോൾ അത് എക്സ്പെക്ടഡ് റിസൾട്ട് യൂസർ ഷുഡ് ലോഗിൻ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ലോഗിൻ ആയില്ലെങ്കിൽ ടെസ്റ്റ് കേസ് ഫെയിൽ ആയി, അങ്ങനെ നമുക്ക് ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് ഒരു ടെസ്റ്റ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ. ചിലപ്പോൾ ടെസ്റ്റ് കേസ് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു എക്സാമ്പിൾ പറയാനോ അല്ലെങ്കിൽ എഴുതാനോ പറയും. അപ്പോൾ നമ്മൾ ആ ഒരു നോർമൽ രീതിയിൽ സ്റ്റെപ്സും ടെസ്റ്റ് കേസ് ഐഡിയും ഡിസ്ക്രിപ്ഷനും സ്റ്റെപ്സും എല്ലാം വെച്ചിട്ട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യണം, ആക്ച്വൽ ആൻഡ് എക്സ്പെക്ടഡ് റിസൾട്ടും വെച്ചിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്, ഇതും കുറച്ച് ബൈ ഡയറക്റ്റ് ആണ്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്സ് ടെസ്റ്റിംഗ് തന്നെയാണ് ഇത് തമ്മിലുള്ള അർത്ഥമാക്കുന്നത്. അപ്പം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കും വാലിഡേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക്കുമാണ്. അപ്പം ഇതിൻ്റെ ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ എൻഷുവർ സോഫ്റ്റ്വെയർ മീൻസ് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ വരുന്നുണ്ടോന്ന്. പിന്നെ വാലിഡേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ യൂസർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് യൂസർ, അത് ഡൈനാമിക് ടെസ്റ്റിംഗിൽ വരുന്നതാണ്, നമ്മൾ ഫംഗ്ഷണൽ നോൺ ഫംഗ്ഷണൽ ലെവലാണ്. അപ്പം ഇതിൻ്റെ മെത്തേഡ് ഇറ്റ്സ് യൂസിങ് വെരിഫിക്കേഷൻ യൂസിങ് റിവ്യൂസ്, വാക്ക് ത്രൂസ്, ഇൻസ്പെക്ഷൻ ആൻഡ് വാട്ട് എവർ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് അതെന്താണോ സ്റ്റാറ്റിക് ടെസ്റ്റിംഗിൽ വരുന്നത് അതാണ്. അപ്പം വാലിഡേഷനിലാകുമ്പോൾ നമ്മുടെ നോർമൽ ടെസ്റ്റിംഗ്, റിയൽ ടൈം എക്സിക്യൂഷൻ, നോർമൽ ടെസ്റ്റിംഗ്, ഫംഗ്ഷണൽ ടെസ്റ്റിംഗ്, ആ ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഫേസ് ഡൺ ബിഫോർ ടെസ്റ്റിംഗ് മീൻസ് ആക്ച്വൽ ടെസ്റ്റിംഗ് നടക്കുന്നതിന് മുമ്പാണ് നടക്കുന്നത്. മറ്റേ ഡൺ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ്, നമ്മൾ നോർമലി ഫംഗ്ഷണൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വാലിഡേഷൻ നടക്കുന്നത്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിവ്യൂസ്, ആ ഒരു സംഭവമൊക്കെ ആദ്യമേ നടക്കും, നമ്മൾ ആക്ച്വൽ ടെസ്റ്റിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ. സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക്കിലാണ് പറയുന്നത്, പക്ഷേ നമ്മൾ ആക്ച്വൽ ടെസ്റ്റിങ്ങിന് മുന്നേ ആക്ച്വൽ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നോൺ ഫംഗ്ഷണൽ ആ ഒരു ലെവലിന് മുമ്പ് നടക്കുന്നതാണ് വെരിഫിക്കേഷൻ. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ് മോളി എന്നുള്ള ആ ഒരു ഇതാണ്, ടെസ്റ്റ് പ്ലാൻ എന്താണ്. ഒരു ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർലി ഇൻ ദ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് SDLCയിൽ. എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ റിസോഴ്സസ് ആണുള്ളത്, അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി, ഈ ഒരു സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസിൽ ഈ പർട്ടിക്കുലർ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ പ്രൊജക്റ്റിൽ അതിൻ്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെ സ്കോപ്പായിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് വേണം, എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്യണം, അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, എന്തൊക്കെ ആ ഒരു അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, മെത്തഡോളജീസ്, പിന്നെ റിസ്ക് എന്തെങ്കിലും ഉണ്ടോ, റിസ്ക് അനാലിസിസ്, ഡെലിവറബിൾസ് എന്തൊക്കെയാണ് നമ്മൾ ടെസ്റ്റിൽ നിന്ന് ഡെലിവർ ചെയ്യുന്നത് ആഫ്റ്റർ ഫൈനൽ റിലീസ്, ആ സംഭവങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡോക്യുമെന്റ്, നമ്മളൊരു വേർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ആയിട്ട് എഴുതുന്നതാണ്. അപ്പം അത് പ്രിപ്പയർ ചിലപ്പം അഡ്വാൻസ് ലെവലിലുള്ളവരോട് അതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയുള്ളവരോട്. എന്നിട്ട് വേണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഒരു പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പ്ലാനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഫ്രഷർ എന്ന നിലയിൽ എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസേ ഉള്ളൂ. ദെൻ വാട്ട് ഈസ് എ ഡിഫക്റ്റ് ബഗ് ലൈഫ് സൈക്കിൾ, ഇത് എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫ്രഷേഴ്സിനോടും ചോദിക്കാം, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോടും ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിഫക്റ്റ് ഓർ ബഗ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. അപ്പോൾ ഡിഫക്റ്റ് ഓർ ബഗ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഫൈനൽ ഒരു ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫക്റ്റോ ബഗ്ഗോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ബഗ്ഗിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ന്യൂ സ്റ്റാറ്റസിലായിരിക്കും. ദെൻ നമ്മൾ ആർക്കെയിലോ ഒരു ഡെവലപ്പറിന് അസൈൻ ചെയ്യുന്നു. അത് ബഗ് സത്യം പറഞ്ഞാൽ ന്യൂ നോക്കിയിട്ട് വേറൊരു പേഴ്സണിൻ്റെ റിവ്യൂ ഫസ്റ്റ് ഇതുകൂടി നോക്കുന്നുണ്ട്. റിവ്യൂ ആ ഒരു നോക്കുമ്പോൾ ഓപ്പൺ സ്റ്റേറ്റിലേക്ക് വരും. ഓപ്പൺ സ്റ്റേറ്റിൽ നിന്നിട്ട് അത് റിവ്യൂ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷനോട് ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയില്ല, പക്ഷേ അതുകൊണ്ട് ദെൻ ഒരു ഡെവലപ്പർ അസൈൻ ചെയ്യും. ദെൻ അത് ഇൻ പ്രോഗ്രസ്, ഡെവലപ്പർ അത് ഫിക്സ് ചെയ്യാൻ നോക്കും. ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീടെസ്റ്റ് ചെയ്യും. റീടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ റീ ഓപ്പൺ ചെയ്യും. ഒരു ബഗ് ലൈഫ് സൈക്കിളിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാനത് എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു സിമ്പിളായിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ബഗ് ഓർ ഡിഫക്റ്റ് ലൈഫ് സൈക്കിൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കുറേ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനെ പറ്റി ഡെഫിനേഷൻ. ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് കേസ് ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്താൽ, മാനുവലി നമ്മൾ ചെയ്യുന്നതിന് വരെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അത് എഫിഷ്യൻസിയും ഹ്യൂമൻ എഫർട്ട് റെഡ്യൂസ് ചെയ്യുകയും പിന്നെ അങ്ങനെ ഫാസ്റ്റർ ടെസ്റ്റിംഗ് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു നോർമൽ എൻട്രി ലെവലുള്ളവരോടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സം ടൂൾസ്, സെലേനിയം ഉണ്ട്, JUnit ടെസ്റ്റിംഗ്, JPM, സൈപ്രസ്, പ്ലേ റൈറ്റ്, കുറേ ഏതൊക്കെ നമുക്ക് ടൂൾസ് അറിയാമോ ആ ടൂൾസൊക്കെ നമുക്ക് പറയാവുന്നതാണ്.
ഇനിയിപ്പോൾ സെലേനിയം കാരണം ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബേസ് ഓഫ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സെലേനിയമാണ്. അപ്പോൾ സെലേനിയം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ സെലേനിയം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂളാണ്. വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിലുള്ള വെച്ച് നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ജാവ, പൈതൺ, സി ഷാർപ്പ്, ജാവാ സ്ക്രിപ്റ്റ് അങ്ങനെ പല ലാംഗ്വേജസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വാട്ട് ഈസ് സെലേനിയം എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനി അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മളിവിടെ തന്നെ പറഞ്ഞു തരുന്നത് മാനുവൽ ടെസ്റ്റിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ റിഡ്യൂസ് ഹ്യൂമൻ എഫർട്ട് ആണ്. പിന്നെ മാനുവൽ ടെസ്റ്റിങ്ങിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആണ്. ഹ്യൂമൻ എറേഴ്സ് റിഡ്യൂസ് ചെയ്യും. പിന്നെ ഇത് ഡാറ്റ ഡ്രിവൺ, നമുക്ക് ലാർജ് ഡാറ്റ നമുക്ക് ചെയ്യാം. പിന്നെ റിഗ്രഷൻ ടെസ്റ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം കറണ്ട് എന്തെങ്കിലും ന്യൂ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കറണ്ട് ഫങ്ഷൻസ് എന്തെങ്കിലും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് 24/7 ഇത് ഓട്ടോമേഷൻ ആയതുകൊണ്ട് നമ്മുടെ കൺട്രോളിലല്ലാതെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ ടെസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ പറയേണ്ടത്. പിന്നെ ചോദിക്കാൻ പറ്റുന്നതാണ്, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് മാത്രമാണ്. എന്താണ് SQL, ഹൗ ഈസ് യൂസ്ഡ്. SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഡാറ്റാബേസിൽ നിന്ന് ഇറ്റ്സ് മാനേജ് ആൻഡ് റിട്രീവ് ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ്. അപ്പോൾ ടെസ്റ്റേഴ്സ് SQL യൂസ് ചെയ്തിട്ട് ഡാറ്റ ഇൻറ്റഗ്രിറ്റി, പിന്നെ CRUD എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്, ഈ ഒരു ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പെർഫോം ബാക്ക് എൻഡ് ടെസ്റ്റിംഗ്. നമ്മുടെ ബാക്ക് എൻഡിലാണല്ലോ ഡാറ്റ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എങ്ങനെ ഡാറ്റ റിട്രീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ കൊറീസ്, അത് വേറൊരു വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ടി വരും. കാരണം SQL കൊറീസ് ഒക്കെ ചില SQL ഒക്കെ ചോദിക്കാൻ പറ്റും. പല സെലക്ട് കൊറീസും ഒക്കെ ചിലപ്പം എഴുതാൻ തന്നെ ചോദിക്കും. പിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് API. API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്, അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നിന്നും ബാക്ക് എൻഡിലേക്ക് നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനാണ് API എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റിംഗ് API ടെസ്റ്റിംഗ് ഇസ് പെർഫോംഡ് ഓൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻഷുർ ദാറ്റ് റിട്ടേൺ ദ കറക്റ്റ് റെസ്പോൺസസ്. സോ നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് ബാക്ക് എൻഡിൽ നിന്ന് കറക്റ്റ് ഡാറ്റ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെസ്റ്റിംഗ് ആണ് API ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഏതൊക്കെ ടൂൾസ്, പോസ്റ്റ്മാൻ ആണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത്. പിന്നെ റെസ്റ്റ് അഷ്യൂർഡ് ഓട്ടോമേഷൻ ലെവലിൽ നമുക്ക് API ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് API ടെസ്റ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഒരു യൂസർ എങ്ങനെയാണോ ഒരു സിസ്റ്റം എക്സ്പ്ലോർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് ടെസ്റ്റ് കേസസോ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സോ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു നോർമൽ രീതിയിൽ, ഇപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ്. നമുക്ക് ഐഡൻറ്റിഫൈ ഇഷ്യൂസ് ആൻഡ് ഇംപ്രൂവ് ദ യൂസർ എക്സ്പീരിയൻസ്. ഒരു സിസ്റ്റം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ വിത്തൗട്ട് ടെസ്റ്റ് കേസസോ ഒന്നും ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ യൂസർ എക്സ്പീരിയൻസോ. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റേഴ്സ് അവരുടെ നോളജ് യൂസ് ചെയ്യും, ടെസ്റ്റേഴ്സിൻ്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ്, നോളജ്, എക്സ്പീരിയൻസ് ആൻഡ് ഇൻഡ്യൂഷൻ, ഒരു സിസ്റ്റം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഫൈനൽ റിഗ്രഷൻ ടെസ്റ്റിംഗോ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാതെ ബ്ലൈൻഡ് ആയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആണ്. They ask testers what happens if I do this, what should the system do this in this scenario. നമ്മൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അത് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഡൈനാമിക്കലി ജനറേറ്റഡ് മോഡിഫൈ ദ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻസ് ആക്ച്വൽ ബിഹേവിയർ. അപ്പോൾ നമ്മൾ ഡൈനാമിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു എന്തൊക്കെയാണോ ആ രീതിയിൽ നമ്മൾ ടെസ്റ്റ് കേസ് ആയിട്ട് നമ്മളങ്ങ് ടെസ്റ്റ് ചെയ്യുന്നതാണ് എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റിംഗ് ആണ്. കാരണം ഇതിൽ നിന്ന് തന്നെ കുറേ ബഗ്സ്, നമ്മൾ കുറേ എഴുതി വെച്ച ടെസ്റ്റ് കേസ് ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മൾ നമുക്ക് മിസ്സായിട്ടുള്ള എന്തെങ്കിലും സെനാരിയോസ് ഒക്കെ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആക്ച്വൽ ബിഹേവിയേഴ്സിൽ നിന്നും നമുക്ക് കുറേ ബഗ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഏതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ആക്ച്വൽ ടെസ്റ്റ് കേസ് റിട്ടേണിൽ നിന്നും മിസ്സായിട്ടുള്ള ബഗ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇത് ടെസ്റ്റേഴ്സിൻ്റെ നോളജ് എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് മങ്കി ടെസ്റ്റിംഗ്? മങ്കി ടെസ്റ്റിംഗ് ഏകദേശം എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് തന്നെയാണ്. നമ്മൾ റാൻഡംലി ഡാറ്റ ഇൻപുട്ടിങ് ഡാറ്റ ദി ഹൗ ഈസ് റെസ്പോൺസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡംലി നമ്മൾ കുറേ കൂടെ ഒരു ഹാർഷായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ്. എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺട്രോൾ ഉണ്ടാവും. പക്ഷേ മങ്കി ടെസ്റ്റിംഗ് അത്രയും കൺട്രോൾ ഉണ്ടാവില്ല. റാൻഡംലി എന്തെങ്കിലുമൊക്കെ ഡാറ്റ നമുക്ക് തോന്നുന്നൊക്കെ ഡാറ്റ ഇടുക, ഹൗ ഇറ്റ്സ് റെസ്പോൺസ്. ദിസ് മെത്തേഡ് ഈസ് ഐഡൻറ്റിഫൈ ബഗ്സ് ആൻഡ് വൾണറബിലിറ്റീസ്. എന്തെങ്കിലും സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റേബിൾ ആൻഡ് ക്യാൻ ബി ഹാൻഡിൽ അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻസിലൊക്കെ പറ്റുമോ എന്നുള്ള ഒരു ചെക്കിംഗ് ആണ് ഈ മങ്കി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ടെസ്റ്റേഴ്സ് പെർഫോം റാൻഡം ആപ്ലിക്കേഷൻ സച്ച് ആസ് ക്ലിക്കിംഗ് ബട്ടൺസ് പ്രസിംഗ് കീസ്. ചിലപ്പോൾ റാൻഡമായിട്ട് ഒരേ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ കീസ്. പിന്നെ ടെസ്റ്റേഴ്സ് ഫോർ ദ ആപ്ലിക്കേഷൻ വിത്ത് ലാർജ് നമ്പർ ഓഫ് റാൻഡം ഇൻപുട്ട്, കുറേ ഇൻപുട്സ്, ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ്, അങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസ്, പിന്നെ അൺഎക്സ്പെക്ടഡ് ബിഹേവിയേഴ്സ്, ക്രാഷസ്, എറേഴ്സ്, ആ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ മങ്കി ടെസ്റ്റിങ്ങും എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് ഏകദേശം റിലേറ്റഡ് ആണ്. പക്ഷേ മങ്കി ടെസ്റ്റിംഗ് കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്, കുറേ കൂടെ റാൻഡം ആയിട്ടുള്ള ടെസ്റ്റിംഗ്. പക്ഷേ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്ന് ടെസ്റ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇതാണ് മങ്കി ടെസ്റ്റിങ്ങും എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിങ്ങും. ഇത് ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്, ബോത്ത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഫ്രഷേഴ്സിനോട്. പിന്നെ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് എന്താണ്? E2E ടെസ്റ്റിംഗ്. E2E ടെസ്റ്റിംഗ് ഇസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ് വെരിഫൈസ് എൻറ്റയർ ആപ്ലിക്കേഷൻ ഫ്ലോ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പല പല സിസ്റ്റംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റാബേസ് സിസ്റ്റം എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഇതോടെ ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റേണൽ, ഇപ്പോൾ നമ്മൾ പല പല നമ്മുടെ നാട്ടിൽ തന്നെ ഗൂഗിൾ പേ അല്ലെ പേപ്പാൽ, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന പേപ്പാൽ, ആ ഒരു പർട്ടിക്കുലർ, അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലോ, ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലോ, ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ലോഗിൻ ചെയ്യുന്നു, നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നു, ആഡ് ടു കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, ദെൻ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, അവസാനം പേ ചെയ്യുന്നു. പേ ചെയ്യുമ്പോഴത്തേനൊക്കെ ഇത് പുറത്തേക്ക് പോകും, പിന്നെ അവരുടെ API പോകുന്നു. അപ്പം ആ ഒരു പർട്ടിക്കുലർ എന്നിട്ട് പേ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരുന്നു. അപ്പം നമ്മുടെ ഇത് സക്സസ് ആയി എന്ന് വരുന്നത് ആ ഒരു ഫുൾ എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് ആണ് എന്ന് പറയുന്നത്. അപ്പം മെത്തേഡ് വെരിഫൈ ആപ്ലിക്കേഷൻ ഫ്ലോ സ്റ്റാർട്ട് ടു ഫിനിഷ് ഇൻക്ലൂഡിംഗ് ഓൾ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഡേറ്റാബേസസ് എക്സ്റ്റേണൽ ഡിപെൻഡൻസി. ഗോൾ ഈസ് ടു എൻഷുർ ദാറ്റ് സിസ്റ്റം ബിഹേവ്സ് എക്സ്പെക്റ്റഡ് ഇൻ എ റിയൽ വേൾഡ് സെനാരിയോ. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന റിയൽ വേൾഡ് ചെയ്യുന്ന ആ ഒരു സെനാരിയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് വാലിഡേറ്റിംഗ് ബോത്ത് ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ്സ്. അതാണ് E2E ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്മോക്ക് ടെസ്റ്റിംഗ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് എ പ്രിലിമിനറി ടെസ്റ്റ് ആണ്, ഒരു പ്രിലിമിനറി ചെക്കാണ്. ഇഫ് ബേസിക് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ വർക്ക് ബിഫോർ കണ്ടക്ടിങ് ഫർദർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ബിൽഡ് സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കോർ ഫംഗ്ഷനാലിറ്റീസ്, നമ്മുടെ ഒരു പർട്ടിക്കുലർ നമ്മളൊരു നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ്റെ കോർ ഫംഗ്ഷനാലിറ്റീസ് ചെക്ക് ചെയ്യണം. മെയിൻ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ കോർ ഫംഗ്ഷനാലിറ്റീസ് എന്തെങ്കിലും ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിന് സ്മോക്ക് ടെസ്റ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നോർമൽ ഡിപ്ലോയ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ സ്മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ എന്തെങ്കിലും ന്യൂ ഫീച്ചർ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് വർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. അത് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റി അഫക്റ്റ് ചെയ്ത് ആ ചേഞ്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻ, ബേസിക് കോർ ഫംഗ്ഷൻസ്. പക്ഷേ സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചേഞ്ചസ്, ആ ചേഞ്ചസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് സാനിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോക്ക്. അപ്പോൾ രണ്ടിൻ്റെ ഡെഫിനേഷനും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇതൊരു ഇനീഷ്യൽ ചെക്കാണ്. സ്മോക്ക് ടെസ്റ്റിംഗ് എ ബ്രോഡ് ഇനിഷ്യൽ ചെക്ക് ടു സി ഇഫ് ദ ആപ്ലിക്കേഷൻ കോർ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ഒരു ഇനീഷ്യൽ ചെക്കാണ്. പക്ഷേ നാരോ ഫോക്കസ് ചെക്ക് വെരിഫൈ സ്പെസിഫൈ ബഗ് ഓർ ന്യൂ ഫീച്ചറോ സ്പെസിഫൈ ബഗ് ഫീച്ചേഴ്സോ വർക്ക് ചെയ്യുന്നതാണ് സാനിറ്റി ടെസ്റ്റിംഗ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ടെസ്റ്റിംഗ് ബിൽഡ് സ്റ്റേബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കുന്നതാണ്. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇത് സ്റ്റേബിൾ ആണോ നോക്കുകയാണ്. അപ്പോൾ മറ്റ് സാനിറ്റി ടെസ്റ്റിംഗ് ന്യൂ ഫിക്സസും ബഗ് ചേഞ്ചസും വേറെ ഇഷ്യൂസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലോ നോക്കുന്നതാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മേജർ ഫംഗ്ഷനാലിറ്റീസ് കവർ ചെയ്യും. പക്ഷേ ഇത് സാനിറ്റി ആകുമ്പോൾ സ്പെസിഫിക് കമ്പോണൻസ് മാത്രമേ വരത്തുള്ളൂ. സ്മോക്ക് ടെസ്റ്റിംഗ് നോർമലി QA ടീം അല്ല ഡെവലപ്പേഴ്സ്. കാരണം നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ ബിൽഡ് ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ ഈ ബിൽഡ് സ്മോക്ക് ടെസ്റ്റിൻ്റെ കോഡ് അവിടെ ടെസ്റ്റ് റൺ ചെയ്യാൻ ഓട്ടോമേഷൻ കോഡ് CI/CD ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ റണ്ണായി നമുക്ക് റിസൾട്ട്സ് കിട്ടും. അപ്പം ഡെവലപ്പേഴ്സിന് വേണമെങ്കിൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ QA ടീം ആയിരിക്കും. പക്ഷേ സാനിറ്റി ടെസ്റ്റിംഗ് നോർമലി QA ടീം ആയിരിക്കും ആഫ്റ്റർ ദ സ്മോക്ക് ടെസ്റ്റ്. ഓട്ടോമേറ്റഡോ മാനുവലോ ആകാം. ഞാൻ പറഞ്ഞ പോലെ ടിപ്പിക്കലി മാനുവലാണ്, പക്ഷേ ഓട്ടോമേറ്റ് ചെയ്യാനും വേണ്ടി പറ്റും സാനിറ്റി ടെസ്റ്റിംഗ്. ഫെയിലിയർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇത് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് അവിടെ നിർത്തും, പിന്നെ ബിൽഡ് റിജക്റ്റ് ആണ്, പിന്നെ വീണ്ടും അവർ റീബിൽഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറ്റൂ. പക്ഷേ സാനിറ്റി ടെസ്റ്റിംഗ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിഗ്രഷൻ ടെസ്റ്റിംഗ്, എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സിനോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ മൊത്തത്തിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ സെനാരിയോ, നമ്മൾ ഒരു ആപ്പ് ആണ് വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ ലോഗിങ് ഫംഗ്ഷനും കോർ എന്തെങ്കിലും ഫീച്ചേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോയെന്ന്. പക്ഷേ സാനിറ്റി ടെസ്റ്റിംഗ് എക്സാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളൊരു ലോഗിൻ്റെ എന്തെങ്കിലും ഒരു ഫിക്സ് ആണ് നമ്മൾ ഇട്ടത്, അത് വേറൊന്നിനെ ബ്രേക്ക് ചെയ്തില്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സ്മോക്ക് ടെസ്റ്റിംഗ് ആൻഡ് സാനിറ്റി ടെസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് ഈസ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് ഇപ്പോൾ ഇവിടെ വന്നു മുകളിൽ. റിഗ്രഷൻ ടെസ്റ്റിംഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നോർമലി അത് റിലീസ് സമയത്താണ് ഈ റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇൻഷ്യൂർസ് എന്തെങ്കിലും നമ്മൾ പുതിയ ഫീച്ചേഴ്സോ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ബഗ് ഫിക്സസോ
എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റിയെ ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളത്. അപ്പം നോർമലി റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ നോർമലി ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ ആപ്ലിക്കേഷൻ സ്റ്റിൽ അത് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വർക്ക് മീൻസ് കോർ ഫംഗ്ഷനാലിറ്റീസിനോ ആപ്ലിക്കേഷൻ്റെ നിലവിലുള്ള ഫംഗ്ഷനാലിറ്റീസിനോ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. സോ അവർ ന്യൂ ചേഞ്ചസോ അപ്ഡേറ്റ്സോ ബഗ് ഫിക്സസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കറണ്ട് ആപ്ലിക്കേഷൻ കറണ്ട് ഫംഗ്ഷൻസിന് ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പം നമ്മൾ അത് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഓട്ടോമേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ മാനുവലി ആണ്, വീണ്ടും ബോറിംഗ് ആണ്, ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് റിഗ്രഷൻ ടെസ്റ്റിംഗ് നോർമലി ഓട്ടോമേറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിഗ്രഷൻ പാക്സ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യുകയും അങ്ങനെ നമുക്ക് റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും. എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻസ് എല്ലാം ഓക്കെ ആണെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റീടെസ്റ്റിംഗ് ആൻഡ് റിഗ്രഷൻ ടെസ്റ്റിംഗ്? പേരിൽ തന്നെ കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലൊക്കെ തോന്നുമെങ്കിലും റീടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റ് ടെസ്റ്റ്, സ്പെസിഫിക്കലി ഒരു ഡിഫക്റ്റ് നമ്മൾ റേസ് ചെയ്തു, ആ ഡിഫക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും പുതിയ ചേഞ്ചസ് ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അതിന് എക്സിസ്റ്റിംഗ് ഫംഗ്ഷനാലിറ്റീസ് ഒന്നും ബ്രോക്കൺ ആകുന്നില്ല എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റീടെസ്റ്റിങ്ങിൻ്റെ സ്പെസിഫിക് ബഗ് ഫിക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും പാർട്സിന് എന്തെങ്കിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ചേഞ്ചസ് കൊണ്ടിട്ട്, അതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗിൽ നോക്കുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് റീടെസ്റ്റിംഗ് ആ ഫിക്സഡ് ഇഷ്യൂസിന് മാത്രം. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗ് എൻ്റയർ സിസ്റ്റം ആണ് ചെക്ക് ചെയ്യുന്നത്. റിഗ്രഷൻ്റെ സബ്സെറ്റ് ആണ് അഫക്റ്റഡ് മോഡ്യൂൾസിൽ അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇത് റീടെസ്റ്റിംഗിൽ നമ്മൾ ന്യൂ ടെസ്റ്റ് കേസ് ആയിരിക്കും, നമ്മൾ ആ ബഗ്ഗിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് കേസ് ആയിരിക്കും. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗിൽ എക്സിസ്റ്റിംഗ് ടെസ്റ്റ് കേസ് ആയിരിക്കും. അപ്പം ഇത് പെർഫോം ചെയ്യുന്നത് ആഫ്റ്റർ ഒരു ബഗ് ഫിക്സിന് ശേഷമാണ് റിസോൾവ് ആയെന്ന് ചെക്ക് ചെയ്യാൻ. പക്ഷേ അത് കോഡ് ചേഞ്ചസോ ന്യൂ ഫീച്ചേഴ്സോ ബഗ് ഫിക്സോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. റീടെസ്റ്റിംഗ് നോർമലി മാനുവലാണ്, അത് സ്പെസിഫിക് ഡിഫക്റ്റ് ആണ്, പക്ഷേ അത് ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമേറ്റഡ് ആണ് ഏറ്റവും ബെറ്റർ. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോഗിൻ ബഗ് ഫിക്സ് ചെയ്താൽ റീടെസ്റ്റിംഗ് ഇൻഷുർ ചെയ്ത ലോഗിൻ വർക്ക്സ് കറക്റ്റ്ലി. പക്ഷേ ഇപ്പം റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ് ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോഗിന്, ചെക്കൗട്ട്, ബാക്കി എല്ലാ ഫംഗ്ഷനാലിറ്റീസും വർക്ക് ചെയ്യുന്നത്, അത് വേറെ ഒന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നോക്കുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതും ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് ഈസ് അജൈൽ ടെസ്റ്റിംഗ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടെസ്റ്റർ ഇൻ എ അജൈൽ ഡെവലപ്മെൻറ്റ്? അപ്പം ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് അജൈൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് അജൈൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അജൈൽ മോഡലിലുള്ള അജൈൽ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസിലാണ്. അത് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ആണ്, ക്വിക്ക് റിലീസസ് ആണ്, കൊളാബറേഷൻ ബിറ്റ്വീൻ ടെസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. സോ അത് സ്ക്രം, കൻബാൻ, കണ്ടിന്യൂസ് ഇൻഗ്രേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നോർമലി അജൈൽ ഒരു മോഡൽ എന്ന് പറയുന്നത് സ്പ്രിൻറ്റിലാണ്. അപ്പോൾ ഓരോ സ്പ്രിൻറ്റിലും നമുക്ക് ഓരോ റിലീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡെവലപ്മെൻറ്റ് ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വൺസ് ഡെവലപ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ടെസ്റ്ററിന് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഒരു ചങ്ക് ഓഫ് വർക്ക് ചെയ്യുകയാണ്. ഒരു ഫംഗ്ഷൻ, ഒരു ഫീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അത് ഡിപ്ലോയ് ചെയ്യുന്നു, ടെസ്റ്റേഴ്സ് അത് ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ചെയ്ത് ഫൈനലി ആണ് ഫൈനൽ ആപ്ലിക്കേഷൻ. വാട്ടർഫോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ചാണ് ടെസ്റ്റർ ടെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഫൈനൽ റിലീസ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം ഡെവലപ്പ് ചെയ്യുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ സ്പ്രിന്റ് നോർമലി 2 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് ആ ഒരു ഫോർമാറ്റിലാണ്. അപ്പോൾ ഈ സ്ക്രം മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്രം കുറേ സെറിമണീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് സ്പ്രിന്റ് പ്ലാനിങ്. ഓരോ സ്പ്രിന്റ് 2 വീക്ക് സ്പ്രിന്റിലാണ്, ആ സ്പ്രിന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എഴുതുന്നത്, അതിൽ ഓട്ടോമേഷൻ നമ്മൾ ചെയ്യണോ. പിന്നെ ഡെയിലി സ്റ്റാൻഡപ്പ്, എല്ലാ ദിവസവും നമ്മൾ സ്റ്റാൻഡപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കും. നമ്മൾ ഇന്നലെ എന്താണ് വർക്ക് ചെയ്തത്, ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, ആ ഒരു ഫോർമാറ്റ്. ദെൻ സ്പ്രിന്റ് റിവ്യൂ, അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പ്രിന്റ് ആ സ്പ്രിന്റിൽ നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു ഡെമോ. പിന്നെ റെട്രോസ്പെക്റ്റീവ്, ആ ഒരു സ്പ്രിന്റിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നല്ലതായിട്ട് ചെയ്തത്, എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ആക്ഷൻ പോയിന്റ്സ് ഉണ്ടോ, ആ ഒരു പർട്ടിക്കുലർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെറിമണീസ് അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഒരു ആസ് എ ടെസ്റ്റർ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. നമ്മൾ ക്ലോസ് കൊളാബറേഷനാണ് എല്ലാവരുമായി. മീൻസ് സ്ക്രം മാസ്റ്റർ ഉണ്ടാവും, പ്രൊഡക്റ്റ് ഓണർ ഉണ്ടാവും, ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ടെസ്റ്റർ ഉണ്ടാവും, ഡെലിവറി മാനേജർ ഉണ്ടാവും. ഇവരോട് എല്ലാവരും ഒരു ക്ലോസ് കൊളാബറേഷനാണ് ഈ ഒരു അജൈൽ മോഡൽ. അപ്പോൾ ടെസ്റ്റേഴ്സ് മൊത്തത്തിലെല്ലാ ഈ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും. ഈ പറഞ്ഞ സ്ക്രം സെറിമണീസിലെല്ലാം ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു അജൈൽ ടെസ്റ്റിംഗ്. എന്താണ് ടെസ്റ്റ് ഓഫ് റോൾ? ഇതും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെറിമണീസിനെ പറ്റിയും ഒക്കെ ചോദിക്കാം. പക്ഷേ എൻട്രി ലെവലിലാണെങ്കിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്? സോ
ബ്ലാക്ക് ബോക്സ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒരു ഫങ്ഷണൽ ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് വിത്തൗട്ട് നോയിങ് ദ ഇന്റേണൽ കോഡ്. അപ്പം ഇത് നമുക്ക് ഇന്റേണൽ കോഡൊന്നും അറിയാതെ നമ്മൾ ഫങ്ഷണൽ ലെവലിലുള്ള ടെസ്റ്റിംഗ് ആണ്, ടെസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വിത്ത് നോളജ് ഓഫ് ദി ഇന്റേണൽ ലോജിക്, ആക്ച്വലി കോഡ് ചെക്ക് ചെയ്യുന്നതാണ്. ഇത് ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് കോഡ് സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ആക്ച്വൽ കോഡിൽ നിന്ന് ഡേറ്റാബേസിൽ നിന്നൊക്കെ വാല്യൂ റിട്രീവ് ആവുന്നത് നോക്കിയിട്ട് ആ കോഡ് ചെയ്യുന്ന യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് UAT, യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. UAT ഈസ് ദ ഫൈനൽ ഫേസ് ഓഫ് ദ ടെസ്റ്റിംഗ് വെയർ റിയൽ യൂസേഴ്സ് വാലിഡേറ്റ് ദ സോഫ്റ്റ്വെയർ മീറ്റ്സ് ബിസിനസ് നീഡ്സ് ബിഫോർ ഡിപ്ലോയ്മെന്റ്. ഇപ്പോൾ UAT ആക്ച്വലി ഒരു ആക്ച്വൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റേഴ്സ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് കുറേ ബീറ്റ യൂസേഴ്സിനെ, ഇപ്പം നമ്മുടെ ഒരു ആക്ച്വൽ പ്രൊജക്ട് ടീമിൽ ബിസിനസ് യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും, അവരാണ് ആക്ച്വലി ചെയ്യുന്നത്. പക്ഷേ പല കേസിലും നമ്മൾ ടെസ്റ്റേഴ്സും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റിയൽ യൂസറാണ്. അവരുടെ ഫംഗ്ഷൻ നമ്മൾ നോർമലി ഫംഗ്ഷണൽ ലെവലിൽ ചെയ്യുന്ന പോലെയല്ല. റിയൽ യൂസർ അവർ എന്താണോ അവരുടെ ആവശ്യം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എൻവിറോൺമെന്റ് ഉണ്ടാവും, സ്റ്റേജിങ് എൻവിറോൺമെന്റ് അല്ലെങ്കിൽ ബീറ്റ എൻവിറോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ റിയൽ യൂസേഴ്സ് വാലിഡേറ്റ് ചെയ്യുന്നതാണ്. അത് റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ ബിസിനസ് നീഡ്സ്, ആ ബിസിനസ് എന്ന് പറഞ്ഞ റിക്വയർമെന്റ്സിനെ അതിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നതാണ്. ഫൈനൽ റിലീസിന് മുമ്പ് ചെയ്യുന്നതാണ് UAT എന്ന് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റ്. ഇത് ആക്ച്വൽ യൂസേഴ്സ് ആണ് നോർമലി ചെയ്യുന്നത്. ടെസ്റ്റേഴ്സ് ഇൻവോൾവ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അവർ ടെസ്റ്റ് കേസൊക്കെ ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആക്ച്വൽ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ ആക്ച്വലി ബൈ തിയറി ഇത് റിയൽ യൂസേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതും ചിലപ്പം എക്സ്പീരിയൻസ് ആൾക്കാരോടോ അല്ലെങ്കിൽ മിഡിൽ ലെവൽ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു യു എൻഷ്യൂർ ടെസ്റ്റ് കവറേജ് ഇൻ മാനുവൽ ടെസ്റ്റിംഗ്? എങ്ങനെ ഒരു മാനുവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് കവറേജ്, അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ട്രേസബിലിറ്റി മെട്രിക്സ്, അല്ലെങ്കിൽ നമ്മൾ റിക്വയർമെൻറ്റ് എല്ലാം അനാലിസ് ചെയ്ത് അത് വെച്ച് ട്രേസബിലിറ്റി. അപ്പോൾ നമ്മൾ ബിസിനസ് റിക്വയർമെൻറ്റ് അനാലിസ് ചെയ്യും, അതിനനുസരിച്ച് ഫംഗ്ഷണൽ സ്പെസിഫിക്കേഷനും ഡിസൈൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ റിക്വയർമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അങ്ങനെ പിന്നെ ഒരു ട്രേസബിലിറ്റി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതുന്ന ടെസ്റ്റ് കേസസും റിക്വയർമെൻറ്റും തമ്മിൽ മാപ്പ് ചെയ്യണം. അപ്പം ഓൾ ഫംഗ്ഷനാലിറ്റീസ് കവർ ചെയ്തിട്ടുണ്ടോ നോക്കുകയാണ്. പിന്നെ അതിനുശേഷം ബേസിക്കലി ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ, ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് കേസ് ഓൾ ടൈപ്പ് ഓഫ് ഇത് കവർ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, ബൗണ്ടറി, എഡ്ജ്, എല്ലാ സെനാരിയോസും നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് ഉള്ളത്. ഇക്വിവാലന്റ് പാർട്ടീഷനിങ്, അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തിട്ടുണ്ടോ നോക്കാൻ നമ്മൾ ഇപ്പം വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ ആ രണ്ട് ഫോർമാറ്റിലുള്ള ഇൻക്ലൂഡ് ചെയ്യുക. ബൗണ്ടറി വാല്യൂ, ടെസ്റ്റിംഗ് ലിമിറ്റ്, ഇപ്പോൾ ചില ഇതിൻ്റെ അത് 0 to 100 വാല്യൂസ് ആണ് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ 0യും 100ഉം വെച്ച് ടെസ്റ്റ് ചെയ്യും. ഇതിന് 101 ചെയ്യും, -1 ഇട്ട് നോക്കും. ആ ഒരു പർട്ടിക്കുലർ ബൗണ്ടറി വാല്യൂ. ഡിസിഷൻ ടേബിൾ, ഇപ്പോൾ നമ്മൾ ഒരു ലോഗിൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസിഷൻ ടേബിൾ, ഇപ്പോൾ ഒന്ന് യൂസർ നെയിം ഇൻവാലിഡ് ആയിട്ട് കൊടുക്കും, പാസ്വേഡ് ഇൻവാലിഡ് കൊടുക്കും. ഇതിന് യൂസർ നെയിം വാലിഡ്, പാസ്വേഡ് ഇൻവാലിഡ്, യൂസർ നെയിം ഇൻവാലിഡ്, പാസ്വേഡ് വാലിഡ്, അങ്ങനെ പല ഡിസിഷൻസ് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. യൂസ് കേസ്, നമ്മൾ റിയൽ വേൾഡ് സെനാരിയോസ് പല യൂസ് കേസ് വെച്ചിട്ടുള്ള ടെസ്റ്റിംഗ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്ത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് കവറേജ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ദെൻ റിവ്യൂ, പിയർ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സിനോട് പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് കേസിനെ റിവ്യൂ ചെയ്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കവറേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇതുണ്ട്. നമ്മൾ റിക്വയർമെൻറ്റ് ട്രേസബിലിറ്റി മെട്രിക്സിൻ്റെ അകത്ത് ഇപ്പോൾ റിക്വയർമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ കവേർഡ് റിക്വയർമെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ റിക്വയർമെൻറ്റ് ഇൻറ്റു 100. ഇൻ ടെസ്റ്റ് കേസ് ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ടെസ്റ്റ് കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടെസ്റ്റ് കേസ് ഇൻറ്റു 100. അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അറിയിക്കും. പിന്നെ ഡിഫക്ട് കവർ, എൻഷ്യൂർ ഡിഫക്ട്സ് ഓൾ ഓവർ ഫംഗ്ഷനാലിറ്റീസ്, പിന്നെ ടെസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് റിപ്പോർട്ടിങ്, എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്, റിഗ്രഷൻ ടെസ്റ്റിംഗ്, UAT ആൻഡ് ഫീഡ്ബാക്ക്. ഇത്രയും ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമുക്ക് മാനുവൽ ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട മൊത്തത്തിലൊരു ടെസ്റ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് കവറേജ് നമുക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ ട്രേസബിലിറ്റി മെട്രിക്സ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, റിക്വയർമെൻറ്റും ടെസ്റ്റ് കേസുമായിട്ട് മാപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ടെസ്റ്റ് കവറേജ് കിട്ടും, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് റിക്വയർമെൻറ്റ്സും ഇതും തമ്മിൽ ട്രാക്ക് ചെയ്തിട്ട് ഈ എന്തെങ്കിലും ടെസ്റ്റ് കേസ് മിസ്സായിട്ടുണ്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേസബിലിറ്റി മെട്രിക്സ് ഉണ്ട്. ഫോർവേഡും ബാക്ക്വേഡും ബൈ ഡയറക്ഷനിലും. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റിനെ ടെസ്റ്റ് കേസുമായിട്ട് മാപ്പ് ചെയ്യുകയാണ്. ബാക്ക്വേഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേസിനെ ബാക്ക് ടു റിക്വയർമെൻ്റ് ആണ്. നോർമലി ബൈ ഡയറക്ഷനിലും ചെയ്യാം, രണ്ടും കൂടെ ബോത്ത് ചെയ്യാം. അപ്പോൾ എൻഷുറിങ്ങിന് കംപ്ലീറ്റ് കവറേജ്. അപ്പം ഈ ഒരു സംഭവങ്ങളാണ് ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 100% ടെസ്റ്റ് കവറേജ് എൻഷുർ ചെയ്യുന്നുണ്ട്. മിസ്സിംഗ് ടെസ്റ്റ് കേസസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇമ്പാക്ട് അനാലിസിസ്, റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ടെസ്റ്റ് കേസ് നമുക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്. ഇനിയും വീണ്ടും ചോദിക്കാം,
അപ്പം ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ കൂടുതൽ വേണമെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കാം, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർണൽ കോഡോ ലോജിക്കോ ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, കൺട്രോൾ ഫ്ലോ, ഡേറ്റ ഫ്ലോ, പാത്ത്, ലൂപ്പ്, മ്യൂട്ടേഷൻ, ഇതൊക്കെ ഡിഫറെൻറ്റ് ഓഫ് കോഡ് ലെവൽ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിംഗ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നോളജ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റർ ആപ്ലിക്കേഷൻ ഫംഗ്ഷനാലിറ്റി വിത്തൗട്ട് നോയിങ് ദ ഇന്റേണൽ ലോജിക്കാണ്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ബിഹേവിയർ ആണ്. അതിൻ്റെ മെയിൻ ടെക്നിക്സ് ഇക്വിവാലൻസ് പാർട്ടീഷനിങ്, ഡിവൈഡ്സ് ഇൻപുട്ട് ഡാറ്റ ഇൻറ്റു വാലിഡ് ആൻഡ് ഇൻവാലിഡ് പാർട്ടീഷൻ ടു റെഡ്യൂസ് എസ് കേസസ് വൈൽ മെയിൻറ്റെയിനിങ് കവറേജ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാലിഡ് ആൻഡ് ഇൻവാലിഡ് പാർട്ടീഷൻസ് ആയിട്ട് നമ്മൾ പല പല പാർട്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇക്വിവാലൻ്റ് ആയിട്ട് എത്ര ആണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം പറഞ്ഞ പോലെ തന്നെ വാലിഡ് ലോഗിൻ, ഇൻവാലിഡ് ലോഗിൻ, ആ രണ്ട് ടെസ്റ്റ് ചെയ്തെന്നുള്ള ഒരു വരാണ്. പിന്നെ ബൗണ്ടറി വാല്യൂ, ഒരു നമ്പേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മിനിമം, മാക്സിമം, പിന്നെ ഇൻസൈഡ് ഔട്ട്സൈഡ് വാല്യൂസ്, ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ അപ്പോൾ നമുക്ക് ഇത് കവറേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡിസിഷൻ ടേബിൾ, ഞാൻ പറഞ്ഞ പോലെ പല പല ഡിസിഷൻസ് നമ്മൾ വരും, പല പല കോമ്പിനേഷൻസ് ഓഫ് കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ് ട്രാൻസിഷൻ, നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റ്, ഇപ്പോൾ ലോഗിൻ ചെയ്തു പിന്നെ ലോഗ് ഔട്ടിലേക്ക്, ഈ ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ബേസ്ഡ് ആണ്. പിന്നെ യൂസ് കേസ്, റിയൽ വേൾഡ് യൂസർ സെനാരിയോസ്, പിന്നെ എറർ ഗസ്സിങ്, ടെസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലോറേറ്ററിയിലെ മങ്കി ടെസ്റ്റിംഗ്, ആ ഒരു ലെവലിലുള്ള ഒരു സിസ്റ്റം മേ ഫെയിൽ, ആ ഒരു എറർ ഗസ്സിങ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇത്രയൊക്കെയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ബേസിക് ഓഫ് ടെസ്റ്റിംഗ് അറിയാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി നമ്മൾ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു പതിപ്പാണ് ചിലപ്പോൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എക്സിക്യൂട്ടിംഗ് ദ കോഡ്, ആ ഏർലി ഇൻ ദ ഫേസ് ആണ്. മറ്റേ എക്സിക്യൂട്ടിംഗ് ദ കോഡാണ്. ദെൻ ഏർലി ഇൻ ദ ഡെവലപ്മെന്റ് ഫേസ്. ഡൈനാമിക് ടെസ്റ്റിംഗ് ഡിറ്റക്ട് ഡിഫക്ട്സ് ആഫ്റ്റർ എക്സിക്യൂഷൻ. മെത്തേഡ്സ് റിവ്യൂ, വാക്ക് ത്രൂസ്, സ്റ്റാറ്റിക് അനാലിസിസ്, ഇൻസ്പെക്ഷൻ ഒക്കെയാണ്. മറ്റേത് ഫംഗ്ഷണൽ ആൻഡ് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ്. ഇത് കണ്ടക്ടേഴ്സ്, ഡെവലപ്പേഴ്സും ബിസിനസ് അനലിസ്റ്റ്, ടെസ്റ്റേഴ്സ് മാത്രമല്ല സ്റ്റാറ്റിക് ടെസ്റ്റിംഗിൽ ഇൻവോൾവ് ആവുന്നു. ഡെവലപ്പേഴ്സും ബിസിനസ് അനലിസ്റ്റും എല്ലാവരും വരും. ഡൈനാമിക് ടെസ്റ്റിംഗ് ടെസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, കാരണം യൂണിറ്റ് ടെസ്റ്റിങ്ങും ഡൈനാമിക് ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പം ഡെവലപ്പേഴ്സ് അതിൽ ഇൻവോൾവ് ആവും. റിവ്യൂസ്, കോഡ് ടൂൾസ്, സോണാർ, ക്യൂബ്, ചെക്ക് സ്റ്റൈൽ, അങ്ങനെ പല പല സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്. പക്ഷേ ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ നമ്മൾ ടെക്സ്റ്റ് എക്സിക്യൂഷൻ ടൂൾസും പിന്നെ ഓട്ടോമേഷൻ ടൂൾസൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂ, റിക്വയർമെൻറ്റ്സ്, ചെക്കിംഗ് കോഡ് ഫോർ സിൻടാക്സ് എറേഴ്സ് ആൻഡ് ഓൾ. ഡൈനാമിക് ടെസ്റ്റിംഗ് ആണ് റണ്ണിങ് ടെസ്റ്റ് കേസ് ടു ചെക്ക് സിസ്റ്റം ബിഹേവിയർ ആണ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ചീപ്പാണ്. ഡിഫക്ട്സ് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഡിഫക്റ്റ് ഏർലിയെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇത് മോർ എക്സ്പെൻസീവ് ആണ്. ഡിഫക്ട്സ് ലേറ്റർ ആണ്, കാരണം ആഫ്റ്റർ കോഡെല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇതാണ് ഇത് തമ്മിലുള്ള രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യന്, ഇതും ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടെസ്റ്റ് ലെവൽ, എക്സ്പ്ലെയിൻ. ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിംഗ്. അപ്പം അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഓർ ഫങ്ഷൻസ് ഇൻ ഐസൊലേഷൻ, ഫോക്കസ് ഓൺ വെരിഫൈങ് ഈച്ച് യൂണിറ്റ്. ഒരു നമ്മുടെ എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്മോൾ കോഡ് കമ്പോണൻസിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഈച്ച് യൂണിറ്റ് ഓഫ് കോഡ് വർക്കിംഗ് എക്സ്പെക്റ്റഡ് ഡെവലപ്പേഴ്സ് ആണ് പെർഫോം ചെയ്യുന്നത്. ടെസ്റ്റിംഗ് എ ഫംഗ്ഷൻ ദാറ്റ് ആ 2 നമ്പേഴ്സ്. അപ്പോൾ ആ നമ്പേഴ്സ് ആഡ് ചെയ്ത് കറക്റ്റ് റിസൾട്ട് ആണോ കിട്ടുന്നത്, റിസൾട്ട് കറക്റ്റ് ഡേറ്റാബേസിലേക്ക് ആഡ് ആവുന്നുണ്ടോ എന്നൊക്കെയുള്ള ചെക്കിംഗ് ആണ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേറ്റഡ് കമ്പോണൻസ് ഓർ സിസ്റ്റംസ് ആണ്. വെരിഫൈ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ പല പല കമ്പോണൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ്. കമ്പൈൻഡ് യൂണിറ്റ്സ് വർക്ക്സ് ടുഗദർ. ഇതും ഡെവലപ്പേഴ്സ് അല്ലെ ടെസ്റ്റേഴ്സ് ആണ്, നോർമലി ടെസ്റ്റേഴ്സ് ആണ്. ടെസ്റ്റിംഗ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡേറ്റാബേസ് ആൻഡ് വെബ് സെർവർ. അത് നമ്മൾ ഒരു ഡേറ്റ ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ നമുക്ക് അതിൻ്റെ സക്സസ് ആവുന്നുണ്ടോ, ആ ഒരു പർട്ടിക്കുലർ തിങ് ഒക്കെയാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ വരുന്നത്. ഇനിയിപ്പോൾ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റ് ദ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആസ് എ വോൾ ടു വെരിഫൈ ഇറ്റ് മീറ്റ്സ് റിക്വയർമെൻറ്റ്. അപ്പം ഒരു ആപ്ലിക്കേഷൻ വോളായിട്ട് ഇപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഈ കമ്പോണൻസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഒരു സിസ്റ്റമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് എൻ്റെ സിസ്റ്റം. ഒരു ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സിസ്റ്റം ഫംഗ്ഷനാലിറ്റി ഇത് നമ്മൾ ടെസ്റ്റേഴ്സാണ് ചെയ്തത്. അപ്പോൾ ഓൾ ഫീച്ചേഴ്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഈ ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് വരെ എല്ലാ കമ്പോണൻസും ഈക്വൽ ആക്കിയിട്ട് പിന്നെ അതെല്ലാം കൂടെ ഒരുമിച്ചാക്കി ഒരു ഒറ്റ സിസ്റ്റം ആക്കി മാറ്റി. അതിനുശേഷം ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് എല്ലാം കൂടെ എല്ലാം വർക്ക് ടുഗദർ ആണോ എന്ന് നോക്കുന്നത്. ഇനി ലാസ്റ്റ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അത് സിസ്റ്റം യൂസർ എക്സ്പെക്ടേഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. ബിസിനസ് റിക്വയർമെൻറ്റ്സ് അല്ല യൂസർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. വെരിഫൈങ് സിസ്റ്റം ഈസ് റെഡി ഫോർ ദ പ്രൊഡക്ഷൻ. എൻഡ് യൂസേഴ്സ് ആണ്, അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് ആണ് വിത്ത് ഇൻപുട്ട് ഫ്രം ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നോർമലി എൻഡ് യൂസേഴ്സ് തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. UAT ഫോർ ന്യൂ HR സോഫ്റ്റ്വെയർ സിസ്റ്റം, ഒരു HR സോഫ്റ്റ്വെയർ സിസ്റ്റം ബിഫോർ ഗോയിങ് ലെവൽ. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ എന്തെങ്കിലും പറയാൻ എക്സ്പീരിയൻസ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ്. വാട്ട് ഈസ് കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ്? സോ കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൈപ്പ് ആണ്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാ കണ്ടീഷൻസിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് എൻവിറോൺമെൻറ്റ്, കോൺഫിഗറേഷൻസ് എല്ലാ കണ്ടീഷൻസിലും വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് കോമ്പാക്റ്റബിലിറ്റി. നമുക്കൊരു ഡിഫോൾട്ടായിട്ട് ഒരു കണ്ടീഷൻ ഉണ്ടാവും, പക്ഷേ അത് മാത്രമല്ല മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ, ഡിഫറെൻറ്റ് ഹാർഡ്വെയറിൽ, ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൽ ഒക്കെ വർക്ക് ചെയ്യുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ പ്രോപ്പർലി ഓൺ ഡിഫറെൻറ്റ് OS, ബ്രൗസേഴ്സ്, ഡിവൈസസ്, ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എല്ലാ ഇതിലും. ഇപ്പം രണ്ട് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ഉണ്ട്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ആൻഡ് അത് നെക്സ്റ്റ് വൺ ഈസ് ബാക്ക്വേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡർ സോഫ്റ്റ്വെയർ, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ പഴയ വേർഷൻ പുതിയ ഇതിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഉണ്ട്. ഗൂഗിൾ ക്രോമിന് പല വെർഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പുതിയ വെർഷൻസിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു, പുതിയ അപ്ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് പക്ഷേ അത് പുതിയ ക്രോമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ബാക്ക്വേർഡ് കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ അത് പഴയ ക്രോം വേർഷൻസിലൊക്കെയും വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് കോമ്പാക്റ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് പറയാം. പിന്നെ ഇത് ടൂൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സിസ്റ്റവും നമ്മുടെ കമ്പനിയിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പം പല വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, മാക് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ടൂൾസ് അതാണ് സോഴ്സ് ലാബ് അല്ലെങ്കിൽ ബ്രൗസർ സ്റ്റാക്ക്. ഈ ടൂൾസ് ഒക്കെ പെയ്ഡ് ആണ്, പക്ഷേ കമ്പനീസിലൊക്കെ ആ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് റിപ്പോർട്ട് നമ്മൾ ഓരോ കമ്പനിയിൽ അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാവും. കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ഏതൊക്കെയാണ് ഡിവൈസസിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെ OS-ലാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡയമെൻഷൻസിലാണ് ചെയ്യേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പം ഇതാണ് കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ടെസ്റ്റ് സ്ട്രാറ്റജി? അതെന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് അപ്രോച്ചാണ്. ഈ ഒരു ടെസ്റ്റ് സ്ട്രാറ്റജി ആണ് ഒരു ഹൈ ലെവൽ ഡോക്യുമെൻ്റ് ആണ്. ആ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്, ടെസ്റ്റ് സ്കോപ്പ്, ടെസ്റ്റ് ഡെലിവറബിൾസ്, ടെസ്റ്റിംഗ് മെത്തേഡ്സ്, റിസോഴ്സസ്. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡെലിവറി ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മെത്തേഡ്സ് ആണ്, എന്തൊക്കെ റിസോഴ്സസ് ആണ് ഇതിന് വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ സാധനങ്ങൾ ഫുള്ള് എഴുതുന്നതാണ്. അപ്പം അതിൻ്റെ അത് വരുന്ന ടെസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ടെസ്റ്റിംഗ് പ്രോസസ്സ് വഴി നമ്മൾ ഒബ്ജക്റ്റീവ് വരുന്നത്, എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ടെസ്റ്റ് സ്കോപ്പ് എന്താണ്, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, എന്തൊക്കെയാണ് ഇതിൽ വരാത്തത്, ടെസ്റ്റ് അപ്രോച്ച് എന്താണ് ഒരു ഓവറോൾ അപ്രോച്ച്, ഈ ടെസ്റ്റ് ഡെലിവറബിൾസ് എന്തൊക്കെയാണ്, നമുക്ക് ഇപ്പോൾ അവസാനം ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്, പിന്നെ എന്തൊക്കെ ടൂൾസ് ആണ്, ഏതൊക്കെ ടെസ്റ്റേഴ്സ് ആണ്, എന്തൊക്കെ എൻവിറോൺമെൻറ്റ്സ് ആണ് വേണ്ടത്, പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ എൻവിറോൺമെൻറ്റ്, പിന്നെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കത് പിന്നെ അതിനെ ഒഴിവാക്കാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ അതിൻ്റെ റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ലൈൻസ് എന്താണ്, അത് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കാനുള്ള ടൈം ലൈൻ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കും. അതാണ് ഒരു ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് പ്ലാനും ടെസ്റ്റ് സ്ട്രാറ്റജിയും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? ഇപ്പം നമ്മൾ ഇപ്പം കേട്ടു, ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് കേട്ടു, ടെസ്റ്റ് പ്ലാൻ കേട്ടു, ടെസ്റ്റ് അപ്രോച്ച് കേട്ടു. അപ്പം പലരും പല ഇൻ്റർവ്യൂസിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ മുഴുവൻ പ്രൊജക്റ്റിനും വേണ്ടിയിട്ടായിരിക്കും, ഒരു ജനറൽ ഫ്രെയിം വർക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് എൻഷുർ കൺസിസ്റ്റൻസി ഇൻ പ്രാക്ടീസ് ടൂൾസ് ആൻഡ് ഞാൻ പറഞ്ഞു ഓട്ടോമേഷൻ്റെ കാര്യം തന്നെ പറഞ്ഞു. ഒരു പർട്ടിക്കുലർ ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് സർവീസസ് പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ ഒരു സെലേനിയം ആയിരിക്കും യൂസ്, സെലേനിയം ജാവ അല്ലെങ്കിൽ സെലേനിയം പൈതൺ, ആ ഒരു എന്നിട്ട് കുക്കുംബർ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് എൻജി ഫ്രെയിം വർക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്. അപ്പം യൂണിഫോമായിട്ട് എല്ലാ സർവീസസിലും ആ ഒരു പർട്ടിക്കുലർ, അപ്പം നമ്മൾ ആ ഓട്ടോമേഷൻ ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ വേറെ വരുന്ന പെർഫോമൻസ് ടെസ്റ്റ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിന് ഒരു സ്ട്രാറ്റജി, അതായത് ആ ഫുൾ ഓർഗനൈസേഷനും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. ഈ ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് പ്രൊജക്റ്റിന് അവർ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ഈ ടെസ്റ്റ് പ്ലാനിൻ്റെ അകത്ത് ഈച്ച് പ്രൊജക്റ്റിലും യുണീക്ക് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ആക്സെപ്റ്റൻസ് ടെസ്റ്റിന് ഉള്ള ടെസ്റ്റ് സ്ട്രാറ്റജി, ഓട്ടോമേഷൻ ടെസ്റ്റിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ്, പിന്നെ ആക്സസിബിലിറ്റി ടെസ്റ്റ്, കോമ്പാക്റ്റബിലിറ്റി, പല ടെസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ എല്ലാ ടെസ്റ്റിംഗ് കൂടെ വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് പ്ലാനിലാണ് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, യുണീക്ക് റിക്വയർമെൻറ്റ്സ് ആണ്, അതിൻ്റെ ഡെഡ് ലൈൻ ആണ്, ഈ ഒക്കെ റിസോഴ്സസ് ആണ് വേണ്ടത്. അപ്പോൾ ടെസ്റ്റ് പ്ലാന് ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ആ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്
ആ ഇനി പിന്നെ അത് ആ പ്രൊജക്ടിന്റെ ഫുൾ ആയിട്ട് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ടെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിലെ ഒരു പർട്ടിക്കുലർ ഫീച്ചർ, ഒരു റിലീസ്, ഒരു പർട്ടിക്കുലർ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് പ്ലാൻ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് ആ പർട്ടിക്കുലർ റിലീസിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫംഗ്ഷനിൽ വേണം, ഇന്റഗ്രേഷൻ വേണം, ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ അതിലേക്ക് എഴുതുന്നതാണ് ആ പ്രൊജക്ട് ആ ഒരു റിലീസിൽ. അപ്പം സോ ഇങ്ങനെയാണ് ഇപ്പോൾ ടെസ്റ്റ് സ്ട്രാറ്റജി, ഓൾ ഓർഗനൈസേഷൻ, ടെസ്റ്റ് പ്ലാൻ, ഒരു പ്രൊജക്ട്, ടെസ്റ്റ് അപ്രോച്ച്, ആ പ്രൊജക്റ്റിനുള്ളിലെ ആ പർട്ടിക്കുലർ റിലീസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊരു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എക്സ്പീരിയൻസ് ആണെന്ന് ഓഫ് കോഴ്സ് എന്തൊക്കെ അതിൽ വരും, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് പറയും. ഇനി വാട്ട് ഈസ് ആൻ എൻട്രി ക്രൈറ്റീരിയ. അപ്പോൾ എൻട്രി ക്രൈറ്റീരിയ നോർമലി ഈ ടെസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് അപ്രോച്ച് ഡോക്യുമെന്റിലാണ് നോർമലി വരുന്നത്. കാരണം നമ്മൾ ആക്ച്വൽ ടെസ്റ്റിംഗ് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട പ്രീ റിക്വസിറ്റ് ആണ് ഈ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ റിക്വസിറ്റ് നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അപ്പോൾ എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിൽഡ്, സ്റ്റേബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് പ്ലാൻ അപ്രൂവ് ആയിരിക്കണം ആദ്യം തന്നെ, അത് ഓൾറെഡി ഉണ്ടായിരിക്കണം, ടെസ്റ്റ് കേസ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കണം, പിന്നെ ഒരു ടെസ്റ്റ് എൻവിറോൺമെന്റ്. അപ്പം നമ്മൾ കോഡ് കറക്റ്റ് ആയിട്ടുള്ള ബിൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത സ്മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ഒരു ബിൽഡ് ഉണ്ടായിരിക്കണം, ടെസ്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം, ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്തിരിക്കണം, ടെസ്റ്റ് എൻവിറോൺമെന്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ആക്ച്വൽ ടെസ്റ്റ് കേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ടെസ്റ്റേഴ്സ്, അതാണ് നമ്മുടെ ടെസ്റ്റ് അപ്രോച്ച് ഡോക്യുമെന്റിൽ നമ്മൾ എഴുതുന്നത്. അപ്പം അത് ആക്ച്വലി ഫോളോ ചെയ്യണമെന്നാണ്, പക്ഷെ പലരും ഫോളോ ചെയ്യാറില്ല. പക്ഷേ അതാണ് എൻട്രി ക്രൈറ്റീരിയ. ഇനി എക്സിറ്റ് ക്രൈറ്റീരിയ ആഫ്റ്റർ ടെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റിംഗ് സൈൻ ഓഫ് കൊടുക്കേണ്ടത് ഈ എക്സിറ്റ് ക്രൈറ്റീരിയ മെറ്റ് ചെയ്താൽ മാത്രമാണ്. മറ്റേ ടെസ്റ്റിംഗ് വിൽ ബി കൺസിഡർ കംപ്ലീറ്റ്, ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് മെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ടെസ്റ്റ് കേസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തു, ഡിഫക്ട്സ് എല്ലാം കണ്ടുപിടിച്ച് ഡിഫക്റ്റ് എല്ലാം റിസോൾവ് ചെയ്ത് കറക്റ്റ് ടെസ്റ്റ് കവറേജ് ട്രേസബിലിറ്റി മെട്രിക്സിൽ, പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞാലാണ് ടെസ്റ്റിംഗ് കംപ്ലീറ്റ്. ഇതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ. ഇത് നമ്മൾ നോർമലി ടെസ്റ്റ് അപ്രോച്ച് ഡോക്യുമെന്റിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണെന്ന് അതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിക്കാം. പെർഫോമൻസ് ടെസ്റ്റിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഇസ് എ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. സിസ്റ്റം എങ്ങനെയാണ് സ്പെസിഫിക് വർക്ക് ലോഡ്, പല വർക്ക് ലോഡിൽ എങ്ങനെ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ ഈസ് ടു ഐഡന്റിഫൈ എനി പെർഫോമൻസ് ഇഷ്യൂ സച്ച് ആസ് സ്ലോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു, പക്ഷേ അത് കുറേ ടൈം എടുത്തിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിൽ നെക്സ്, എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഷ്, നമ്മൾ കുറേ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രാഷസ് വരുന്നു. അപ്പോൾ അങ്ങനെ അണ്ടർ സ്ട്രെസ് സിറ്റുവേഷൻസിലൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. ഇൻക്ലൂഡ് ലോഡ് ടെസ്റ്റിംഗ്. ഇപ്പോൾ നോർമൽ യൂസേജ്, നമ്മളൊരു ലോഡ് കൊടുത്തിട്ട് നോർമൽ ആയിട്ട് ഇങ്ങനെ കുറേ യൂസേഴ്സ് ഒരേ സമയം വരുമ്പോൾ ഒരു ആവറേജ് യൂസേഴ്സിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു. സ്ട്രെസ് ടെസ്റ്റിംഗ്, ഒരു എക്സ്ട്രീം കണ്ടീഷൻ, നമുക്കൊരു ആവറേജ് ഡെയിലി യൂസേഴ്സിൻ്റെ അളവ് എസ്റ്റിമേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇതിനെ വെച്ചിട്ട് സ്ട്രെസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ സ്പൈക്ക്, പെട്ടെന്ന് ലോഡ് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് സ്പൈക്ക് ടെസ്റ്റിംഗ്. എൻഡുറൻസ്, ഒരു ലോങ് ടൈം ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ. സ്കെയിലബിലിറ്റി, നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കൂട്ടി വരുന്നതാണ്. പിന്നെ വോളിയം, ലാർജ് ഡാറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ടൈപ്പ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. നോർമലി അപ്പാഷെ, ജെമീറ്റർ, ലോഡ് റണ്ണർ, ബ്ലേസ് മീറ്റർ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് ചോദിക്കാം. ഇനി അടുത്ത സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. ഐഡന്റിഫൈ, അഡ്രസ് വൾനറബിലിറ്റീസ്, ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൾനറബിലിറ്റീസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ്വെയർ ഈസ് സെക്യൂർ ഫ്രം ത്രെഡ്സ്, റിസ്ക്, അൺഓതറൈസ്ഡ് ആക്സസ്, ആൻഡ് ദാറ്റ് ഈസ് മീൻസ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ആൻഡ് ഡാറ്റ ആൻഡ് പ്രിവെന്റ് അറ്റാക്സ്. അങ്ങനെ എന്തെങ്കിലും അറ്റാക്സോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് പലതരത്തിലുള്ള വൾനറബിലിറ്റി സ്കാനിങ്, അതിനുവേണ്ടി സാപ്പ് എന്ന് പറയുന്ന ടൂളൊക്കെ യൂസ് ചെയ്യും. പിന്നെ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ഓഡിറ്റിംഗ്, റിസ്ക് അസസ്മെന്റ്, ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ടെസ്റ്റിംഗ്. അപ്പം നമ്മൾ സിസ്റ്റം എത്രത്തോളം ഓതന്റിക്കേറ്റ് ചെയ്താണ്, ഓതറൈസ് ചെയ്താണ്, സെഷൻ മാനേജ്മെന്റ്, ഇൻപുട്ട് വാലിഡേഷൻ, ക്രിപ്റ്റോഗ്രഫി, ഇങ്ങനെ കംപ്ലൈൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഇതാണ്, ജോബാണ് ബേസിക്കലി. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്നൊരു ബേസിക് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് കുറച്ച് പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഡ്വാൻസ്ഡ് അല്ലെ പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചില പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ബ്രെയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നു ഒരു ടെസ്റ്റർ എന്ന നിലയിൽ. ഇപ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തിങ്ക് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം ടെസ്റ്റിംഗ് ബ്രെയിൻ ഉണ്ട്, ടെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഇത് നമ്മുടെ സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഹൗ ഡു യു ടെസ്റ്റ് ആൻ ആപ്ലിക്കേഷൻ വിത്തൗട്ട് റിക്വയർമെൻറ്റ് ഓർ ഡോക്യുമെൻറ്റേഷൻ?
അത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ അല്ലെ അഡാപ്റ്റബിലിറ്റി ആണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞ ടെസ്റ്റിങ്ങിന്റെ ബേസിക്കിൽ നമുക്ക് റിക്വയർമെന്റ് അനാലിസിസും ഗ്യാതറിംഗ്, പക്ഷേ റിക്വയർമെന്റോ ഡോക്യുമെന്റോ ഇല്ലാതെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓൾറെഡി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാണ്, അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് നമ്മളായിട്ട് മാനുവലി ചെയ്യാണ്. പിന്നെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനോടൊക്കെ ഇതിന്റെ എക്സ്പെക്ടഡ് ബിഹേവിയേഴ്സിനെ പറ്റി ചോദിക്കുക, എന്നിട്ട് അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്, നമ്മൾ ഡിഫറെന്റ് മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് അറിയത്തില്ല, നമ്മൾ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മങ്കി ടെസ്റ്റിംഗ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള സിമിലർ ആപ്ലിക്കേഷൻസിനെ ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ ഇതെല്ലാം ഡോക്യുമെന്റ് ഈ നമുക്ക് ഫൈൻഡ് ചെയ്ത് ഈ ആൾക്കാരോടെല്ലാം ചോദിച്ചു നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് ചെയ്തു, അല്ലാതെ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ടെസ്റ്റ് കേസ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു ഡോക്യുമെന്റ് ഇല്ലാതെ, റിക്വയർമെന്റ് ഇല്ലാതെ നമ്മളൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നോർമലി ചോദിക്കുന്നത് ലോഗിൻ പേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റ് കേസസ് എന്ന്. പക്ഷേ ഇത് അതല്ലാതുള്ള, ഇപ്പം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആൻഡ് ഇൻവാലിഡ് ടെസ്റ്റ് കേസ്, പിന്നെ നള്ള്, ഒരു വാല്യൂ പാസ് ചെയ്യാതെ, ലോഗിൻ യൂസർ നെയിം പാസ്വേഡും ചെയ്യാതെ. പക്ഷെ അതല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, അതാണ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ യൂസർ നെയിമിൻ്റെ അവിടെ ഓർ 1 ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഒക്കെ കൊടുത്താൽ അതൊരു SQL ഇഞ്ചക്ഷൻ ആണ്, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് സെക്യൂരിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടി. പിന്നെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്, റോങ് പാസ്വേഡ് മൾട്ടിപ്പിൾ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ലോക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. പിന്നെ പെർഫോമൻസ് ടെസ്റ്റിങ്, പല ലോങ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ്, ഫീൽഡ് ലിമിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ. പിന്നെ നമ്മുടെ കുക്കീസ് ഓൾറെഡി സേവ് ചെയ്ത് വെക്കുമായിരിക്കും, അപ്പോൾ നമ്മൾ ഡിലീറ്റ് കുക്ക് ചെയ്തിട്ട് അപ്പോൾ അത് വീണ്ടും അത് സേവ് ചെയ്യാതെ വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കാണിക്കുക. പിന്നെ ടൈം ബേസ്ഡ് ലോഗിൻ സെഷൻ, ഇങ്ങനെ ലോഗിൻ ചെയ്തൊരു ഐഡിയിലാക്കി വെച്ചിട്ട് നമ്മൾ ഇത്ര സമയത്തിന് ശേഷം അതിൽ സെഷൻ ടൈം ഔട്ടായി മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റിങ്സ് നമുക്ക് പറയാം. അപ്പം ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അത് നോർമൽ രീതിയിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നോർമലി ഫംഗ്ഷൻ ലെവലിലുള്ള ടെസ്റ്റിംഗ് അല്ലാതെ പല ടൈപ്പ് ഓഫ് പെർഫോമൻസ്, സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഈ കുക്കി, ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കാം. പിന്നെ റിയൽ വേൾഡിലെ നമ്മുടെ ടെസ്റ്റിംഗ് അപ്രോച്ച്, ഒരു എലിവേറ്റർ, ഒരു ലിഫ്റ്റ്, ഹൈ റൈസ് ബിൽഡിങ്ങിലെ ലിഫ്റ്റ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? അപ്പോൾ നമുക്ക് ഒരു നോർമൽ ടെസ്റ്റിംഗ് അപ്രോച്ച് തന്നെ എടുക്കാം. അപ്പോൾ ഫംഗ്ഷണൽ ലെവലിൽ അപ്പം കറക്റ്റ് ഫ്ലോറിൽ തന്നെ എലിവേറ്റർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ, ഡസ് ഇറ്റ് മൂവ്, ഓവർലോഡ് ആയി കഴിഞ്ഞാൽ മൂവ് ചെയ്യുമോ, എമർജൻസി ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനി അത് യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് ആർ ദ ബട്ടൺ പ്ലേസ് എക്കോണമിക്കലി. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ തന്നെയാണോ, യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഈ വിഷ്വലി ഇമ്പേർഡ്, നമ്മുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഉപയോഗിക്കാൻ പറ്റുമോ. പിന്നെ കുറേ എഡ്ജ് സെനാരിയോസ് എന്ന് പറഞ്ഞാൽ പവർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് പറയാം. പിന്നെ സൈമൾട്ടേനിയസ്ലി സൈമൾട്ടേനിയസ്ലി 2 ആൾക്കാർ ബട്ടൺ പ്രസ് ചെയ്താൽ. പിന്നെ സെക്യൂരിറ്റി ടെസ്റ്റിങ്, അൺഓതറൈസ്ഡ് യൂസേഴ്സ് ആക്സസ് റെസ്ട്രിക്റ്റഡ്, ചില ഫ്ലോഴ്സ് റെസ്ട്രിക്റ്റഡ് ആണ്, അത് അൺഓതറൈസ്ഡ് ആയിട്ട് എങ്ങനെ യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ അലാം വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് റിയൽ വേൾഡ് സെനാരിയോ ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് വേറൊരു ടെസ്റ്റ് കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ആൻ ATM. ഇത് കുറേ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, ഹൗ ഡു യു ടെസ്റ്റ് ആൻ ATM മെഷീൻ. അപ്പം ബേസിക് ആയിട്ടുള്ള സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു, ദെൻ എൻ്റർ കറക്റ്റ്, പിന്നെ മണി വിഡ്രോ, അതാണ് ബേസിക്. ഇനി നമ്മൾ കാർഡ് എൻ്റർ ചെയ്യുന്നു, റോങ് പിന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യണം. ഇപ്പം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ബാലൻസിനേക്കാളും മോർ ദാൻ മണി വിത്ഡ്രോ ചെയ്യാം. പിന്നെ എൻറ്ററിങ് ദ പിൻ ചെയ്യുന്നതിന് മുമ്പ് കാർഡ് ചെയ്യാം. പിന്നെ എക്സ്പയർഡ് ഓർ ബ്ലോക്ക് കാർഡ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ മെഷീൻ ലോഗൗട്ട് സെക്യൂരിറ്റി സെനാരിയോസ്, ലോഗിൻ ഔട്ട് ഓട്ടോമാറ്റിക് ആഫ്റ്റർ ഇൻആക്ടിവിറ്റി, ട്രൈ കവറിങ് ദ ക്യാമറ, ക്യാമറ അലേർട്ട് വല്ലതും ഉണ്ടോ, ആ ഒരു രീതിയിൽ സെക്യൂരിറ്റി ലെവൽ ടെസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ടെസ്റ്റ് കവറേജ്, നമ്മൾ എന്തൊക്കെ സെനാരിയോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഫ് ആൻ ആപ്ലിക്കേഷൻ ക്രാഷസ് ഇൻ പ്രൊഡക്ഷൻ, ഹൗ വിൽ യു ഡീബഗ്? ഇതും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോട് ചോദിക്കുന്നതാണ്. നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റിലീസായി, അത് പ്രൊഡക്ഷനിൽ വന്നു. അപ്പോൾ നമ്മൾ ആ ഇഷ്യൂ, പ്രൊഡക്ഷനിലുണ്ടായ ഇഷ്യൂ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കും. ട്രിഗർ സെയിം ക്രാഷ്, ആ സെയിം ക്രാഷ് പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ ഇതിൻ്റെ എറർ ലോഗ്സ്, ഡേറ്റാ ഡോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ലോഗ്സ്, അല്ലെങ്കിൽ ഡേറ്റാബേസ് റെക്കോർഡ്സിലോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ CI/CD ലോഗ്സിലോ എന്തെങ്കിലും ഇതിൻ്റെ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ എൻവിറോൺമെൻറ്റ്, നമ്മുടെ പല ഇപ്പം പ്രൊഡക്ഷൻ എൻവിറോൺമെൻറ്റ് ഉണ്ടാവും, സ്റ്റേജിങ് ടെസ്റ്റ്, അങ്ങനെ ആ എൻവിറോൺമെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് നമ്മളിട്ട ചേഞ്ചസ് ആണോ ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് ഇൻപുട്ട്, എന്തെങ്കിലും സ്പെസിഫിക് ആക്ഷൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലും നമുക്ക് ഡീബഗ് ചെയ്ത് എന്താണ് ഇഷ്യൂ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ഡീബഗ്, ഒരു ടെസ്റ്റർ എന്ന നിലയിൽ എന്തെങ്കിലും ഇഷ്യൂസ് പ്രൊഡക്ഷനെ അതാണ് നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യേണ്ടത്.
ഇനി അടുത്തത് ഒരു കോംപ്ലക്സ് ഫീച്ചറാണ് ടെസ്റ്റ് കവറേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സെർച്ച് ഫംഗ്ഷനാലിറ്റി ഒരു ഇ കൊമേഴ്സ് ആപ്പിൽ. അപ്പം ബേസിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റും റിസൾട്ട് വെരിഫൈ ചെയ്യും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റാൻഡം ആയിട്ട് ഉള്ള എന്തെങ്കിലും ചുമ്മാ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നോൺ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, അപ്പോൾ നോ റിസൾട്ട് ഫൗണ്ട് കിട്ടണം. പിന്നെ മില്യൺ പ്രൊഡക്ട്സ് ഇൻ ഡാറ്റാബേസ്, പെർഫോമൻസ് ടെസ്റ്റ്, പിന്നെ സെക്യൂരിറ്റി, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഫിൽറ്റർ ആൻഡ് സോർട്ടിങ്, സെർച്ച് വിത്ത് മൾട്ടിപ്പിൾ ഫിൽറ്റർ ആൻഡ് പല സോർട്ടിങ് ആൻഡ് ഫിൽറ്റർ ടെസ്റ്റ്. പിന്നെ പേജിനേഷൻ, കുറേ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പേജസിലേക്ക് പേജിനേറ്റ് ചെയ്യുന്നുണ്ടോ, അത്രയും റിസൾട്ട്സ് കറക്റ്റ് കൗണ്ട് ആണോ കാണിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ തിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റ് ഒക്കെ നമുക്ക് ഒരു ഇ കൊമേഴ്സ് ആപ്പിൻ്റെ ടെസ്റ്റിങ്ങിൽ ഇതും നോർമലി ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹൗ വുഡ് യു ടെസ്റ്റ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻ അൺസ്റ്റേബിൾ നെറ്റ്വർക്ക്. ഇത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനുള്ള കമ്പനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മൊബൈൽ ടെസ്റ്റിംഗ് ആണ് നമ്മൾ അതിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ മൊബൈൽ ആപ്സിൻ്റെ റിയൽ വേൾഡ് കണ്ടീഷൻസ് അറിയാനാണ്. അപ്പോൾ നമ്മൾ എയറോപ്ലെയിൻ മോഡ് ഓടി ചെയ്തിട്ട് ഇത് ആപ്പ് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ വൈഫൈ മൊബൈൽ ഡേറ്റയും തമ്മിൽ സ്വിച്ച് ചെയ്തിട്ട് ആക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പിന്നെ സ്ലോ ഇൻ്റർനെറ്റ് കണക്ഷൻ, ചെക്ക് ഹൗ ദ ആപ്പ് ബിഹേവ്സ്. പിന്നെ ഇൻ്ററപ്റ്റ് ദ മിഡിൽ ഓഫ് ദ API കോൾ. അപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ പെട്ടെന്ന് നെറ്റ്വർക്ക് ഓഫ് ആക്കി നോക്കുന്നു, അപ്പം എന്താണ് സംഭവിക്കുന്നത്, അപ്പം പേയ്മെൻറ്റ് ഡിലേ ആവുന്നുണ്ടോ അതോ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടോ എന്ന്. പിന്നെ റെസ്യൂം ഫ്രം ആൻ അൺസ്റ്റേബിൾ, ഒരു ഫയൽ അപ്ലോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ട് റീകണക്ട് ചെയ്യുക. ഈ സ്റ്റേറ്റിലൊക്കെ എങ്ങനെയാണ് ആപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ആണ് അൺസ്റ്റേബിൾ നെറ്റ്വർക്ക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് സ്കിൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് റിയൽ വേൾഡ് കണ്ടീഷൻസ് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഹൗ ഡു യു എൻഷുർ ദർ ആർ നോ ക്രിട്ടിക്കൽ ഡിഫക്ട് ബിഫോർ എ റിലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ബേസ്ഡ് ആണ്. നമ്മൾ എത്രത്തോളം റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ റിസ്ക് എത്രത്തോളം ഇത് അനലൈസ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം പ്രിയോറിറ്റൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് ആണെങ്കിൽ ലോഗിന്, പേയ്മെൻറ്റ്, ചെക്ക് അതൊക്കെ നോക്കുന്നു. പിന്നെ സ്മോക്ക് ടെസ്റ്റ്, കീ കോർ ഫീച്ചേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, പിന്നെ പ്രീവിയസ് ഡിഫക്ട്സും അതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണ്. റിഗ്രഷൻ ടെസ്റ്റിംഗ്, എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്ന റിഗ്രഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടാണ് ഒരു ക്രിട്ടിക്കൽ ഡിഫക്റ്റും ഇല്ല എന്ന് നമുക്ക് നമ്മുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. സോ എങ്ങനെ നമുക്ക് റിയൽ വേൾഡ് ആപ്പ് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ലോഗിൻ ആൻഡ് സൈനപ്പ്, വെരിഫൈ വിത്ത് ഇമെയിൽ, പിന്നെ ഫോൺ നമ്പർ, ഗൂഗിൾ ലോഗിന്, അതിൻ്റെ ലോഗിൻ സൈനപ്പ് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു പോസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽ, ഇമേജ്, വീഡിയോ, ജിഫ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് വീഡിയോസ്, പിന്നെ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ആ ടെസ്റ്റ് അതെല്ലാം കറക്റ്റായിട്ട്, അതിൻ്റെ കൗണ്ട് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നോട്ടിഫിക്കേഷൻ, പുഷ് നോട്ടിഫിക്കേഷൻ, നമ്മുടെ മൊബൈലിൽ പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ. പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും SQL ഇഞ്ചക്ഷൻസോ എന്തെങ്കിലും ലോഗിൻ അറ്റംപ്റ്റ്സ് ഒക്കെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാ ടെസ്റ്റിംഗ്, അപ്പം അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഹൗ ഡു യു ടെസ്റ്റ് എ ചാറ്റ് ബോട്ട്. ഇപ്പോൾ നമ്മൾ ChatGPT, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് DeepSeek, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ Copilot, ഗൂഗിളിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഗൂഗിൾ AI, ആ ഒരു ജെമിനി, ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇപ്പോൾ അങ്ങനെയുള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, AI അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതെങ്ങനെ അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ടെസ്റ്റ് ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ ഇൻറ്റൻറ്റ് റെക്കഗ്നിഷൻ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ വേസിൽ, ഡിഫറെൻറ്റ് വേസിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല വേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ റാൻഡം ക്യാരക്ടേഴ്സ് ഓർ ഗിബ്രിഷ്, എന്തെങ്കിലും വാരി വലിച്ച് എന്തെങ്കിലും ബ്ലാ ബ്ലാ എഴുതുക, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. പിന്നെ പെർഫോമൻസ്, സ്ട്രെസ് ടെസ്റ്റ്, ഹൺഡ്രഡ്സ് ഓഫ് റിക്വസ്റ്റ് അറ്റ് വൺസ്, ഒരേ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്യൂരിറ്റി, ഇഞ്ചക്ടിങ് മാലീഷ്യസ് സ്ക്രിപ്റ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റാണ് നമ്മൾ നോർമലി, ഇപ്പോൾ ഒരു ചാറ്റ് ബോട്ട് അങ്ങനെയുള്ളൊരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പം ഇതൊക്കെയാണ് നോർമലി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മാനുവൽ ലെവലിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ആയിട്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജായിട്ടുള്ള സജീർ ക്യൂ ടോക്സിൽ മെസ്സേജ് ഇടുക, ഞാൻ DM ചെയ്യുക, ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം മാനുവൽ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഇത് മാത്രമല്ല ക്വസ്റ്റ്യൻസ്, ഓരോ ഇൻ്റർവ്യൂവർ ചെയ്യുന്ന ആളുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ബേസിക്കലി നമുക്ക് പേഴ്സണലി അറിയാമല്ലോ, പേഴ്സണലി നമ്മുടെ നാട്ടിൽ ഓരോ ഇൻ്റർവ്യൂസിന്
ചെല്ലുമ്പോൾ അവിടെ ആ ഓരോ കമ്പനിയിൽ ഓരോ പോളിസി ഉണ്ടാവും എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇതൊരു ജനറൽ ലെവലിൽ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70% എങ്കിലും കവർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇൻ്റർവ്യൂ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ടെസ്റ്റിങ്ങിലേക്ക് ജോബ് നോക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു.